ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു അൺബോക്സിങ്ങുമായിട്ടാണ്. അൺബോക്സിങ് പ്ലസ് ഇനീഷ്യൽ ഇംപ്രഷൻ അങ്ങനെ നമുക്ക് പറയാം. എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നത് കാനോണിൻ്റെ 1300D എന്ന് പറയുന്ന ക്യാമറ ആയിരുന്നു. അത് ഇവിടെ ഉണ്ട് ഓൾറെഡി. പിന്നെ അന്ന് അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ലെൻസുകളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ലെൻസുകൾ നമുക്ക് നമ്മുടെ പുതിയ സോണി ക്യാമറയിലോട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് EF മൗണ്ടാണ് കാനോണിൻ്റെ. അപ്പോൾ EF ടു E മൗണ്ട്, സോണിയുടെ E മൗണ്ടിന് പറ്റുന്ന ഒരു കൺവെർട്ടർ, അതായത് ഒരു അഡാപ്റ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഇതാവുമെന്ന് അറിയില്ല, പക്ഷേ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയോണ്ടാണ് നമ്മളത് എടുത്തത്. 7 ആർട്ടിസൻസിൻ്റെ ഒരു ഇതാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഫസ്റ്റ്. ഓക്കെ, ബബിൾ റാപ്പിലൊക്കെ ഒരു റാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഓക്കെ, അൺബോക്സ് ചെയ്യാം. തുറക്കുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഒരു ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് പിന്നെ ഒരു സ്ക്രൂ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂള്. നെക്സ്റ്റ് ഇതാണ് നമ്മുടെ അഡാപ്റ്റർ വന്നിട്ടുള്ളത്. ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അഡാപ്റ്റർ. സോ ഇത് നമ്മുടെ സോണി ഈ മൗണ്ടിലോട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ സോണി കാനോണിൻ്റെ ലെൻസ് കണക്ട് ചെയ്യും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇത്രയും സാധനങ്ങൾ ബോക്സ് ഒഴിച്ച് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം. അവിടെ നമുക്ക് കാണാൻ പറ്റും 7 ആർട്ടിസൻസ്, എന്താ പറയുക, USB കേബിൾ കാണാൻ പറ്റും. അപ്പോൾ സോ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്താണ് ചെയ്യുന്നത്. ഇത് ഓട്ടോ ഫോക്കസ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു അഡാപ്റ്ററാണ്. സോ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് 50mm ലെൻസ് ഒന്നിട്ട് നോക്കാം. 50mm ഒന്നിട്ട് നോക്കാം. ഞാൻ ഇത് മെയിൻലി യൂസ് ചെയ്തിരിക്കുന്നത് ടാമറോണിൻ്റെ ടെലിഫോട്ടോ ലെൻസ് ഇതാകാൻ വേണ്ടിയിട്ടാണ്. കുഴപ്പമില്ലാത്ത. ഓക്കെ, അപ്പർച്ചർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പർച്ചർ ചേഞ്ച് ചെയ്യാം. ഓട്ടോ ഫോക്കസ് ആണ്. സെക്കൻഡ് അപ്പർച്ചർ ഇത് 1.8 ആണ്. 1.8 നമുക്ക് കിട്ടുന്നുണ്ട് അപ്പർച്ചർ. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ടായിരിക്കണം. അതെ, അങ്ങനെയാണ്. ഇത് കിറ്റ് ലെൻസ് ആണ്. നമ്മുടെ കൂടെ കിട്ടിയ കിറ്റ് ലെൻസ് ആണ്. കിറ്റ് ലെൻസ് ഒന്ന് നോക്കാം. ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു സൈഡിൽ നമുക്കൊരു ഇതായിട്ട് കാണാം. ഒരു ചെറിയൊരു ബ്ലാക്കിഷ് കളറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഷട്ടർ സ്പീഡ് കൂടുതലാണ്. ഫുൾ ഫ്രെയിം ക്യാമറയാണ്. ഫ്രെയിമിലോട്ട് മാറുമ്പോൾ അതുകൊണ്ട് ഒരു റൗണ്ടഡ് ഇതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. സോ ഈ അഡാപ്റ്റർ മെയിൻലി അത് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് APS-C ലൈനപ്പിന് വേണ്ടിയിട്ടുള്ളതാണെന്ന്. 80mm ആണ്. ഇത് 55mm. ഓട്ടോ ഫോക്കസ് ഒക്കെ ആവുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് ക്വിക്കായിട്ട് എടുത്ത് നോക്കാം. കുഴപ്പം തോന്നുന്നില്ല. ഓക്കെ, നാളെ ഒരു റിയൽ സിനാരിയോയിൽ ഞാൻ ഒന്ന് എടുത്തിട്ട് നാളെ നോക്കിയിട്ട് പറയാം കേട്ടോ. ഇപ്പോൾ ഇത് എൻ്റെ റൂമിനകത്ത് ജസ്റ്റ് കിട്ടിയപ്പോൾ ഒരു അൺബോക്സിങ്ങും ഇതുകൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ടാമറോണിൻ്റെ 18-400, സോ ഓൾ ഇൻ വൺ ലെൻസാണ്. അപ്പോൾ അത് നമുക്ക് ഇതൊന്നും ഇട്ട് നോക്കാം. ഇതിനു വേണ്ടിയാണ് ഞാൻ ആക്ച്വലി ഇത് വാങ്ങിച്ചേക്കുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. ഇതിനകത്ത് ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് ഓട്ടോ ഫോക്കസ് വർക്ക് ചെയ്യുന്നില്ല. ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം. സോണി A7M4 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോക്കസ് ആവാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പർച്ചറും കാര്യങ്ങളെല്ലാം ചേഞ്ച് ആവുന്നൊക്കെ ഉണ്ട്.
പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അത്ര ഒരു സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ലൈറ്റിംഗ് കണ്ടീഷനൊക്കെ ഒരു ഇതാണ് കേട്ടോ. എന്തായാലും ഇത് ഫുൾ ഫ്രെയിമിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇവിടെ ഒരു ക്രോപ്പ് കറക്റ്റായിട്ട്. അത് പിന്നെ ലെൻസിൻ്റെ പ്രശ്നം കേട്ടോ. ലെൻസ് ഫുൾ ഫ്രെയിം ലെൻസ് അല്ല, APS ലെൻസാണ്. സോ ഞാനൊരു കാര്യം ചെയ്യാം, ഇത് APS-C ക്യാമറയിലോട്ട് ഇട്ടിട്ട് APS-C സെൻസറിലോട്ട് ഇട്ടിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഇത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരു ചെറിയൊരു ഇത് കണ്ടു, ഈ ടാമറോൺ തേർഡ് പാർട്ടിയാണ്. പിന്നെ സൈഡിലൂടെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ക്രൊമാറ്റിക് ഓപ്പറേഷൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു നീല കളറൊക്കെ കാണിക്കുന്നുണ്ട്. സോണിയുടെ 6600 എന്ന് പറയുന്നൊരു ഇതും കൂടിയുണ്ട്, APS-C ലെൻസും കൂടിയുണ്ട്. സോ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഇത് കറക്റ്റായിട്ട് അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ട്. സോ ഫോക്കസ് ആവുന്നുണ്ടോ ചോദിച്ചാൽ ആവുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്കൊരു ഡിസിഷൻ പറയാൻ പറ്റില്ല. കാരണം ഇതൊരു ഇൻഡോർ കണ്ടീഷനാണ്. മാത്രമല്ല ഇതിന് അത് ടെലി ലെൻസ് ആയത് കാരണം കൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് റിക്വയർഡാണ്. ഇതൊന്ന് ഫോക്കസ് ആവാനും കാര്യങ്ങളും റിക്വയർഡാണ്. സോ നാളെ ഒരു പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ഞാനൊന്ന് ഇത് ട്രൈ ചെയ്തിട്ട് കുറച്ച് സാമ്പിൾസ് ഒക്കെ എടുത്തിട്ട് കാണിക്കാം. എന്തായാലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പർച്ചറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇത് മാറ്റി വെച്ച് നമുക്ക് മറ്റ് ലെൻസുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിറ്റ് ലെൻസ് ഒന്ന് നോക്കാം. അതൊന്നും കുഴപ്പമില്ല, ഒരു ഫസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. ഇതൊരു ഓട്ടോയിലിട്ട് നോക്കാം. ഇതൊന്നും വലിയൊരു ഇതും സൂപ്പറാണ്. ഇതൊരു പ്രൈം ലെൻസാണ്. സോ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളിയായി. നമുക്ക് നല്ല യൂസ് വരും. ഒരു വർക്കിനൊക്കെ പോകുന്ന സമയത്ത് എന്തായാലും നല്ല യൂസ് വരുന്ന ഒരു 50mm ലെൻസാണ്. ഓക്കെ, നമുക്കൊന്ന് ട്രൈ. ഓക്കെ, സോ എല്ലാം ഓട്ടോ ഫോക്കസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. 1.8 അപ്പർച്ചർ കിട്ടുന്നുണ്ട്. എല്ലാം ഓക്കെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതെല്ലാം പുറത്ത് പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. ഓക്കെ, SF ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള നിലയിൽ ഞാൻ ഇതിന് മുന്നേ വേറൊരു ബ്രാൻഡിൻ്റെ ഇത് വാങ്ങിച്ചായിരുന്നു. അതെന്ന് പറയുന്നത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് എത്രയോ നല്ലതാണ്. 7 Artisans ഓഫ് ചെയ്തിട്ടും എന്തോ ഒരു സംഭവം വന്നല്ലോ. ഓക്കെ, അപ്പോൾ ഇത് റിവ്യൂ നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.